നാഗകന്യക 7 എപ്പിസോഡ് 44ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം ആര്യമ്മൻ അപരയുടെ കൈ പിടിച്ച് ഹോമത്തിന് ചുറ്റും വലത് വന്നപ്പോൾ തന്നെ അപരയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ലയൺ പോയതിനു ശേഷം ഖുഷി അപരയെ റൂമിൽ റെഡിയാകാൻ വേണ്ടി പറഞ്ഞിട്ട് പോകുമ്പോൾ അപരയുടെ അടുത്ത് ഫാണിയും പ്രഥമും വരുന്നു. അഹാന എല്ലാം ഓർമ്മ വന്ന ഷോക്കിൽ നിൽക്കുകയാണ്. ഫാണിയെ മനസ്സിലാക്കുന്ന അഹാനയോട് ഫാണി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അഹാന ഇവിടെ വിവാഹം നടക്കും, പക്ഷെ വിവാഹം നടക്കുന്നത് ഫാണിയുടെയും പ്രഥമിന്റേതും ആയിരിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന ഫാണിയും പ്രഥമും അവരുടെയും ആദിത്യയുടെയും രൂപത്തിലാവുകയാണ്. തുടർന്ന് അവർ യഥാർത്ഥ ആദിത്യയുടെ റൂം പുറത്തുനിന്ന് പൂട്ടുന്നു. ഈ കാര്യങ്ങളെല്ലാം അഹാന അവരോട് പറയുകയാണ്. എന്നിട്ട് അഹാന അവരോട് നിങ്ങൾ എല്ലാവരും ആരാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവർ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുന്ന അഹാന നാഗമായി മാറുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഫാണിയും പ്രഥമും പകുതി നാഗമായി മാറുന്നു. ദേഷ്യം വരുന്ന അഹാന നിങ്ങൾ എല്ലാവരും ആരാണെന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് സരോജത്തിനെ വാലുകൊണ്ട് ചുറ്റിപ്പിടിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സരോജം ഞങ്ങൾ നിന്റെ ഫാമിലിയിലുള്ളതാണ് അനന്ത, ഞങ്ങൾ അനന്തകുലത്തിലുള്ളവരാണ് എന്ന് സരോജം പറയുന്നത് കേൾക്കുന്ന അഹാന അവരെ വെറുതെ വിടുകയാണ്. ശേഷം അഹാനയും ഫാണിയും പ്രഥമും യഥാർത്ഥ രൂപത്തിലാവുകയാണ്. അനന്തകുലത്തിലുള്ളവർ പെട്ടെന്ന് ഒരു ദിവസം കാണാതെ പോയതല്ലേ, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ഫാണി ചോദിക്കുകയാണ്. ഞങ്ങളെ കാണാതെ പോയതല്ല, പകരം ശാപം കിട്ടിയത് കാരണം മനുഷ്യനായി മാറി. പിന്നെ ഞങ്ങളെ നാഗലോകത്തു നിന്ന് ഇറക്കി വിട്ടു. പതുക്കെ പതുക്കെ നാഗലോകം ഞങ്ങളെ മറന്നുപോയി എന്ന് വളരെ വിഷമത്തോടെ പറയുകയാണ് മുത്തശ്ശി. നാഗലോകത്ത് നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അത് എന്ത് ശാപമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അഹാന. ആയിരക്കണക്കിന് വർഷങ്ങളായി അനന്തകുലം നാഗലോകത്തിലെ ഏറ്റവും വലിയ കുലമായിരുന്നു. 24 വർഷം മുമ്പ് ഞങ്ങളുടെ കുടുംബം അതിലൊരു ഭാഗമായിരുന്നു. 24 വർഷം മുമ്പ് ഒരു ശിവരാത്രി ദിവസം ഗുപ്ത ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും കൂടി കുടുംബസമേതം പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സരോജത്തിന്റെ മകൾ പോകുന്നത് കാണുന്ന മുത്തശ്ശി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മുഖം കാണിക്കുന്നില്ല. ഞാൻ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോവുകയാണ്, ഞാൻ ആദ്യം പോയി ക്ഷേത്രം വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അത് സുശാന്തയായിരുന്നു. സുശാന്ത നാഗലോകത്തെ ഏറ്റവും സ്നേഹമുള്ളതും ശക്തിശാലിയും തേജസ്വിനിയുമായിരുന്നു. അവളുടെ മനസ്സിലുണ്ടായ സ്നേഹം കാരണം എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. സുശാന്തയ്ക്ക് എരുളിനെ ഇഷ്ടമാണ്. അവർ തമ്മിൽ ആരും കാണാതെ കാണാറുണ്ട്. സുശാന്ത ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് കള്ളം പറഞ്ഞ് എരുളിനെ കാണാനാണ് പോകുന്നത്. സുശാന്ത എരുളിനോട് മഹാദേവനോട് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടുമെന്ന് പറയുകയാണ്. എന്നാൽ പിന്നെ എന്നെ വേണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കാത്തത് എന്താണെന്ന് എരുൾ ചോദിക്കുമ്പോൾ നമ്മുടെ നാഗകുലത്തിൽ നാഗവും മനുഷ്യരും ഒരിക്കലും ഒന്നാകാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ വലിയ ശിക്ഷ തന്നെ കിട്ടുമെന്ന് സുശാന്ത പറയുന്നത് കേട്ട് വിഷമം വരുന്ന എരുള് മുതലകളുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോവുകയാണ്. അത് കാണുന്ന സുശാന്ത എങ്ങോട്ടാണ് പോകുന്നതെന്ന് എരുളിനോട് ചോദിക്കുകയാണ്. എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് എരുള്. ആ സമയം എരുളിന്റെ മുന്നിൽ വരുന്ന ഒരു മുതല എരുളിനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് കാണുന്ന സുശാന്ത നാഗമായി മാറി ആ മുതലയെ വാലുകൊണ്ട് ചുറ്റി ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് സുശാന്ത എരുളിനോട് എനിക്ക് എരുളില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഇനി ഇതുപോലെ ഒന്നും ചെയ്യരുത്, എനിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറയുകയാണ് സുശാന്ത. ശേഷം സുശാന്ത എരുളിനെ വിളിച്ചുകൊണ്ട് ഗുപ്തക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് മഹാദേവനിൽ നിന്ന് നമ്മളെ ഒരുമിക്കാനുള്ള വരദാനം വാങ്ങുമെന്നും പറഞ്ഞ് സുശാന്ത എരുളിനെ നാഗമാണിക്യം കാണിച്ചു കൊടുക്കുകയാണ്. മഹാദേവൻ നാഗമാണിക്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കുലത്തിൽ നിന്ന് നാഗറാണിയെ തിരഞ്ഞെടുക്കും, പക്ഷെ ഇതുവരെയും നാഗറാണിയെ സെലക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഈ നാഗമാണിക്യം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന് സുശാന്ത പറയുന്നത് കേൾക്കുന്ന എരുള് നാഗമാണിക്യം ഒരു പ്രാവശ്യത്തേക്ക് എന്റെ കയ്യിൽ തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സുശാന്ത അതിന് കുഴപ്പമില്ല, കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ചു തരണമെന്ന് പറയുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്യുകയാണ്. ശേഷം കാണിക്കുന്നത് മുത്തശ്ശിയും സരോജവും ആദർശും കപിലും ഖുഷിയും മഹാശിവരാത്രിക്ക് പൂജ ചെയ്യാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അവർ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തുമ്പോൾ അവർ കാണുന്നത് സുശാന്ത നാഗമാണിക്യം എടുത്തുകൊണ്ട് ഓടുന്നതാണ്. ഓടുന്ന സമയം സുശാന്ത കല്ലായി മാറുകയാണ്. അത് കണ്ട് എല്ലാവരും അലറി വിളിക്കുകയാണ്. ഈ സമയം സുശാന്തയുടെ അടുത്ത് വരുന്ന എരുള് കല്ലായി നിൽക്കുന്ന സുശാന്തയെ തൊടുകയും എരുള് തെറിച്ച് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് പോയി വീഴുകയും ചെയ്യുന്നു. അപ്പോൾ ക്ഷേത്രം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അത് കണ്ട് അവർ വിഷമിച്ച് നിൽക്കുന്ന സമയം മഹാദേവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് മഹാദേവൻ അവരോട് അനന്തകുലത്തിലുള്ളവർക്ക് നാഗധർമ്മം ശരിയായ രീതിയിൽ പാലിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കുലത്തെ ശപിക്കുകയാണ്. നിങ്ങളുടെ കുലത്തിലുള്ളവരുടെ എല്ലാ ശക്തികളും നശിച്ച് നിങ്ങൾ സാധാരണ മനുഷ്യരായി ജീവിക്കണമെന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അവർ മഹാദേവനോട് സുശാന്ത ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, കുലത്തിലുള്ള എല്ലാവരും അതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്ന് പറയുന്നത് ശരിയല്ല മഹാദേവ, നമ്മളെ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് അവർ കരഞ്ഞു പറയുകയും മാപ്പ് തരണമെന്ന് പറയുകയും ചെയ്യുകയാണ്. അത് കേൾക്കുന്ന മഹാദേവൻ അവരോട് ഈ രാജ്യത്തിന് വേണ്ടി ഒരു ഇച്ഛാധാരി നാഗകന്യക ജനിക്കും. ആ നാഗകന്യക ഒരു നാഗത്തിനെ വിവാഹം കഴിച്ച് അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടും. സുശാന്തയ്ക്ക് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞ് ഇനി വേറൊരു നാഗകുലത്തിൽ ജനിക്കും. ഒരു സർവ്വശ്രേഷ്ഠ നാഗം അനന്തകുലത്തിലെ അവകാശിക്ക് ജന്മം കൊടുക്കും. അവൾ ഈ ഭൂമിയെ രക്ഷിക്കും. അവൾ എന്റെ ശാപത്തിൽ നിന്ന് നിങ്ങളെ
നിങ്ങളെയും രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് മഹാദേവൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സരോജ അഹാനയോട് എറിലിന്റെ അത്യാർത്തി കാരണം സുശാന്തയുടെ എടുത്തുചാട്ടവും കാരണം ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾ ആനന്ദകുലത്തിലെ നാഗറാണി ജനിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ സർവ്വശ്രേഷ്ഠ നാഗിനിയായ പ്രകൃതിയെ കണ്ടുപിടിക്കുകയും പ്രകൃതി ജനിച്ച കുഞ്ഞു ഒരു ഫാമിലിയിൽ വളരുന്ന കാര്യവും ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഒരു ദിവസം സൂര്യ കുടുംബം നിങ്ങളുടെ ഫാമിലിയെ മുഴുവൻ കൊന്നതും ഞങ്ങൾ അറിഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അഹാനയുടെ രൂപത്തിൽ പൂർവിയെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അനന്തയല്ല, യഥാർത്ഥത്തിൽ അനന്തകുലത്തിലെ നാഗറാണി പൂർവിയാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ പിന്നെ അഹാനയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം യമുന നദിയുടെ തീരത്ത് വെച്ച് ഞങ്ങൾക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ കിട്ടി. പക്ഷേ നിങ്ങൾ പഴയതെല്ലാം മറന്നുപോയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ജീവിതത്തിനെ കുറിച്ച് നിങ്ങളോട് പറയാത്തതിന് കാരണം ഞങ്ങളുടെ ശാപമോക്ഷത്തിനായി ഒരു നാഗത്തിനെ കൊണ്ട് നിങ്ങളെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു. ആദ്യത്തെ ഒരു നാഗമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തികൾ തിരിച്ചു കിട്ടാൻ വേണ്ടി നാഗറാണി ഒരു നാഗത്തിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശി കൈതൊഴുത് അഹാനയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റിനുള്ള ശിക്ഷ ഞങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുകയാണ്. ഞങ്ങൾക്ക് ശാപമോക്ഷം വേണം. അതിനുവേണ്ടി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അഹാനയ്ക്ക് ചെയ്തു തരാമെന്ന് എല്ലാവരും കൂടി പറയുകയാണ്. കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്ന അഹാന, ഞാൻ നിങ്ങൾക്ക് ശാപമുക്തി തരാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നാഗമാണിക്യം സുരക്ഷിതമാക്കണം. നാഗമാണിക്യം ഇപ്പോൾ ദുഷ്ടശക്തികളുടെ കൈകളിലാണ്. നാഗമാണിക്യം എനിക്ക് ഗുപ്തക്ഷേത്രത്തിൽ തിരിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. നാഗമാണിക്യം ഇപ്പോൾ രാധികയുടെ കൈകളിലാണ്. നാഗമാണിക്യം എന്തിനാണ് രാധിക എടുത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അഹാന പറയുന്നത് കേൾക്കുന്ന ഫാണി, രാധിക നാഗങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഡ്രാഗൺ ആണെന്ന് പറയുന്നത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അഹാന ഡ്രാഗണുമായി നടത്തിയ ഫൈറ്റ് എല്ലാം ഓർമ്മിച്ച് നോക്കുകയാണ്. ഫാണി അഹാനയോട് നാഗറാണിക്ക് ശക്തികളെല്ലാം തിരിച്ചു കിട്ടി. ഇനി നാഗറാണിക്ക് ഡ്രാഗണെ കൊല്ലാൻ പറ്റില്ല എങ്കിൽ നാഗറാണി എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ രാധികയെ അവസാനിപ്പിക്കാമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ഫാണി. അത് കേൾക്കുന്ന അഹാന ഫാണിയോട് എടുത്തു ചാടി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. രാധികയുടെ കയ്യിൽ നാഗമാണിക്യമുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും രാധികയുടെ കയ്യിൽ നിന്നും ആദ്യം നാഗമാണിക്യം എടുക്കണം. രാധിക വളരെ ബുദ്ധിശാലിയാണ്. അവൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും അവൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ല. 2 പ്രാവശ്യം എന്റെ മുന്നിൽ മരണം വന്നതാണ്. മരണത്തെ തോൽപ്പിച്ച് ഞാൻ തിരിച്ചു വന്നത് ഡ്രാഗന്റെ അവസാനം കാണാനാണ്. അതിനുവേണ്ടിയാണ് മഹാദേവൻ എനിക്ക് ജീവൻ തിരിച്ചു തന്നത്. രാധികയുടെ കയ്യിൽ നാഗമാണിക്യം കിട്ടിയിട്ടും രാധിക എന്നെ ഗുപ്ത ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ നോക്കുന്നത് എന്തിനായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. അതിനോടൊപ്പം രാധിക നാഗമാണിക്യം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നും കണ്ടുപിടിക്കണം. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം രാധിക അറിയണ്ട. അവൾ ജയിച്ചു എന്ന് വിചാരിക്കട്ടെ. ഡ്രാഗൺ ഒത്തിരി ദൂരെ വരെ പറന്നു. ഇനി ഭൂമിയിൽ വീഴേണ്ട സമയമായി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഹാന. അടുത്ത സീനിൽ ആദർശും കപിലും അഹാനയും ആര്യമിന്റെ ഓഫീസിൽ വരികയാണ്. അഹാന പഴയതുപോലെ ഓർമ്മ നഷ്ടപ്പെട്ട അപരയായാണ് വരുന്നത്. ഇപ്പോൾ അഹാനയ്ക്ക് ശത്രു ആരാണെന്ന് അറിയാം. അഹാന രാധികയുടെ അടുത്ത് വരികയാണ്. അപരയെ കാണുന്ന രാധിക ഇന്ന് ഹണിമൂണിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അഹാന ആര്യമിനെ നോക്കിയിട്ട് എന്റെ ഹണിയും മൂണും ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഇതെല്ലാം ആര്യമനും കേൾക്കുന്നുണ്ട്. അത് കേട്ട് രാധിക ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഓഫീസ് നല്ലൊരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആര്യമൻ കൂടെ ഉണ്ടാകുന്ന ഒരു ചാൻസും ഞാൻ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആര്യമിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കരണും അർജുനും ശ്രദ്ധിക്കുന്നുണ്ട്. ആര്യമിന്റെ അടുത്ത് പോകുന്ന അഹാന ആര്യമനോട് എന്തിനാണ് ലയന്റെ അടുത്ത് നിന്നും എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ആര്യമൻ അഹാനയുടെ നെറ്റിയിൽ കിടക്കുന്ന സിന്ദൂരവും കഴുത്തിൽ കിടക്കുന്ന താലിമാലയും നോക്കിയിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാധിക. അഹാന ആര്യമനോട് നിങ്ങൾക്ക് എന്റെ മുഖം ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ഇത്രയും വെറുക്കുന്ന ഒരാളെ ജീവൻ കൊടുത്ത് രക്ഷിച്ച നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് പറയുന്നത് കേൾക്കുന്ന ആര്യമൻ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വെറുപ്പിന്റെയോ സ്നേഹത്തിന്റെയോ ആവശ്യമില്ല, മനുഷ്യത്വം എന്ന് പറയുന്നത് മാത്രം മതി എന്ന് പറയുകയാണ് ആര്യമൻ. ശേഷം രാധികയുടെ അടുത്ത് പോകുന്ന അഹാന രാധികയ്ക്ക് കഴുത്തിൽ കിടക്കുന്ന താലിമാല കാണിച്ചു കൊടുത്തിട്ട് ഈ താലിമാല ഞാൻ സെലക്ട് ചെയ്തതാണ്, ഇതിൽ എഴുതിയിരിക്കുന്ന എ എന്ന് പറഞ്ഞിട്ട് ആര്യമനെ നോക്കുന്ന അഹാന A for ആദിത്യ എന്ന് പറയുകയാണ്. ലവേഴ്സിന്റെ ആദ്യത്തെ അക്ഷരം സെയിം ആണെങ്കിൽ അവരുടെ പ്രണയം ജന്മാന്തരങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അഹാന. എന്നിട്ട് അഹാന ആദ്യമേ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞിട്ട് ക്യാരറ്റ് ഹലുവ രാധികയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൽ ഷുഗർ ഇട്ടിട്ടില്ല എന്നും രാധികയെ കണ്ടാൽ അറിയാം രാധികയ്ക്ക് ഷുഗർ ഇഷ്ടമില്ല എന്നും പറയുകയാണ്. അത് കേട്ട് ചെറു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ആര്യമ്മൻ. ആ സമയം അവിടെ ഖുഷി മലക്കറിയുമായി ഓഫീസിൽ വരികയാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുന്നു. ഇവിടെയാകുമ്പോൾ AC ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഖുഷി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന രാധിക ഇവിടെയുള്ള AC എല്ലാം കംപ്ലൈന്റ് ആണെന്ന് പറയുകയാണ്. ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഖുഷി. ഈ സമയം ആര്യമ്മൻ ക്യാബിനിലേക്ക് പോകുന്നത് കാണുന്ന അഹാന ആര്യമ്മന്റെ പുറകെ പോവുകയാണ്. ഇതെല്ലാം കാരണം അർജുനും കാണുന്നുണ്ട്. രാധിക ആര്യമ്മന്റെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങുന്നത് കാണുന്ന ഖുഷിയും ആദർശം ഓരോന്നും പറഞ്ഞ് രാധികയെ തടഞ്ഞു നിർത്തുകയാണ്. രാധികയെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. മറുവശത്ത്
സമയത്ത് അഹാന പഴയ ഒരു കൊലപാതക കേസിനെ കുറിച്ച് ആര്യമനോട് പറയുകയാണ്. അഹാനയുടെ പ്രവൃത്തിയെല്ലാം കണ്ട് അഹാനയെ നോക്കിയിരിക്കുകയാണ് ആര്യമൻ അഹാനയെ പ്രണയത്തോടെ നോക്കിയിരിക്കുകയാണ്. അഹാന ആര്യമനെ നോക്കുന്നത് കാണുന്ന ആര്യമൻ ഇത് പഴയൊരു ന്യൂസാണ്, പുതിയത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ആര്യമൻ മദ്യപിക്കുകയാണ്. അത് കാണുന്ന അഹാന രാധികയുടെ കള്ളപ്രണയം കാരണം ആദ്യം ഇതായിരുന്നു അവസ്ഥ, ഇപ്പോഴും ഏകദേശം അതേ അവസ്ഥ തന്നെയാണ് ആര്യമനെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് അഹാന. ശേഷം അഹാന മനഃപൂർവ്വം ആര്യമന്റെ ദേഹത്തേക്ക് ആര്യമന്റെ കയ്യിലിരിക്കുന്ന കുപ്പി തള്ളിയിടുകയാണ്. എന്നിട്ട് ഡ്രസ്സ് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺ മാറ്റിയിട്ട് ഷർട്ടിന്റെ കറ കളയാൻ വേണ്ടി റിമൂവർ ഉപയോഗിച്ച് നോക്കുകയാണ്. ആര്യമൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചാണ് അഹാന ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ആര്യമനോട് അഹാന ചിലപ്പോഴെല്ലാം ദേഷ്യവും കറയും നമ്മളുണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് പറയുകയാണ്. ശേഷം രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന രാധികയ്ക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വരുന്ന രാധിക ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഷർട്ടിലെ കറ മാറ്റുകയായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന രാധിക ആര്യമിന്റെ അടുത്ത് പോയിട്ട് ആര്യമിന്റെ ഷർട്ടിന്റെ ബട്ടൺ ദേഷ്യത്തോടെ ഇടുകയാണ്. ദേഷ്യം വരുന്ന രാധിക ആര്യമിന്റെ ഷർട്ടിന്റെ കോളറിന്റെ ബട്ടണും കൂടി ഇടുകയാണ്. ഇതെല്ലാം കാണുന്ന അഹാന ഫയൽ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് ആര്യമിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അഹാന പോകുന്നത് കാണുന്ന ആര്യമിൻ കോളറിന്റെ ബട്ടൺ മാറ്റിയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ സമയം അഹാനയുടെ ക്യാബിനിൽ വരുന്ന ഖുഷി ഫാണിയായി മാറുകയാണ്. ഫാണിക്ക് രാധികയുടെ മുന്നിൽ വരാൻ കഴിയില്ല. രാധിക വിചാരിച്ചിരിക്കുന്നത് ഫാണി മരിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഫാണി ഖുഷിയുടെ രൂപത്തിൽ ഓഫീസിൽ വന്നത്. ശേഷം രാധിക ബേസ്മെന്റിലായിരിക്കും നാഗമാണിക്യം മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഡൗട്ട് തോന്നുന്ന രാധികയും അഹാനയും നാഗമായി മാറി അവിടെ നിന്നും പോവുകയാണ്. ബേസ്മെന്റിൽ വരുന്ന അവർ രണ്ടുപേരും അവിടെ എല്ലാ സ്ഥലത്തും ചുവരിലും എല്ലാം നാഗമാണിക്യം ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പർമീത്തും പർജീത്തും ഒരാളെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. വിളിച്ചുകൊണ്ടുവന്ന മെക്കാനിക്കിന് ചെവി കേട്ടുകൂടാത്ത ആളായതുകൊണ്ട് പർമീത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതെല്ലാം അഹാന കാണുന്നുണ്ട്. പർജീത്ത് മെക്കാനിക്കിന് സൈൻ ലാംഗ്വേജിൽ ചെയ്യേണ്ട ജോലിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം അഹാനയും ഫാണിയും നാഗരൂപത്തിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ക്യാബിനിൽ വരുന്ന ഫാണി ഖുഷിയായി മാറുകയാണ്. രാധിക നാഗമാണിക്ക് എവിടെയായിരിക്കും മറച്ചു വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് അഹാന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ പർമീത്തും പർജീത്തും ബേസ്മെന്റിൽ നിന്ന് തിരിച്ചു വരുന്നത് അവർ കാണുകയാണ്. എറിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈയും കിട്ടാത്തത് കൊണ്ട് പർമീത്ത് പർജീത്തിനോട് ഫോണിൽ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറയുകയാണ്. അവർ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഡൗട്ട് തോന്നുന്ന അഹാന മെക്കാനിക്കിന്റെ രൂപത്തിൽ പർമീത്തിന്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. മറുവശത്ത് രാധിക പൂരവിനോട് വിവാഹം കഴിഞ്ഞിട്ട് അഹാന ആര്യമിന്റെ പുറകെ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് അവളോടുള്ള വെറുപ്പ് കൂടുകയാണെന്ന് പറയുകയാണ്. നീ നിന്റെ ലക്ഷ്യം മറന്നു പോകരുത്, നിനക്ക് അഹാനയെ കൊണ്ട് ഗുപ്തക്ഷേത്രം തുറക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുകയാണ് പൂരവ്. ഞാൻ അതിനുള്ള അവസരം നോക്കുകയാണ്, അത്രയേ ഉള്ളൂ എന്ന് രാധിക പറയുന്ന സമയം പൂരവിന്റെ കയ്യിലിരിക്കുന്ന എരിലിന്റെ ഫോണിൽ പർമീത്ത് വിളിക്കുകയാണ്. പൂരവ് കാൾ എടുക്കാത്തത് കാണുന്ന രാധിക പൂരവിനോട് അവരുടെ കാൾ അറ്റൻഡ് ചെയ്യാൻ പറയുകയാണ്. ട്രെയിനിൽ നടന്ന അറ്റാക്കിൽ നമ്മുടെ ആളുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു, ഇനി പർമീത്തിന്റെ ആവശ്യം നമുക്കുണ്ട് എന്ന് രാധിക പറയുന്നത് കേൾക്കുന്ന പൂരവ് കാൾ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് പർമീത്തിനോട് പഴയ ഭാഷ ഇപ്പോൾ മാറി, പുതിയ ഭാഷയാണ്, പുതിയ ഭാഷയ്ക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം, അവിടേക്ക് വരാൻ പറയുകയാണ്. ഇതെല്ലാം മെക്കാനിക്കായി ആ റൂമിൽ നിൽക്കുന്ന അഹാനയും കേൾക്കുകയാണ്. പുതിയ ഭാഷ ജോലി ഏൽപ്പിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് രണ്ടുപേരും. ശേഷം രാധികയും അവിടെ നിന്ന് പോകുന്നു. ഈ സമയം മെക്കാനിക്കായി അഹാന രൂപം മാറുന്നു. അപ്പോൾ അവിടേക്ക് ആദർശായി രൂപം മാറി വന്ന പ്രഥമും വരുന്നു. പ്രഥമിനോട് പർമീത്തിനെയും പർജിത്തിനെയും ഫോളോ ചെയ്തു പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന പ്രഥമ നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. രാധിക ഇപ്പോൾ ഇവിടെ ഇല്ല. രാധികയുടെ ക്യാബിനിൽ നാഗമാണിക്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റിയ അവസരമാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ കരൺ നിർബന്ധിച്ച് ടീനയെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവർ ശ്രദ്ധിക്കുകയാണ്. കരണിന്റെ ബിസിനസ് ആവശ്യത്തിനായി ഇൻവെസ്റ്റേഴ്സിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ടീനയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഡ്രസ്സ് ഇടിച്ചുകൊണ്ടാണ് കരൺ ടീനയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇൻവെസ്റ്റേഴ്സിന്റെ വീട്ടിൽ പേപ്പേഴ്സ് സൈൻ ചെയ്യിക്കാൻ വേണ്ടിയാണ് കരൺ ടീനയും വിളിച്ചുകൊണ്ട് പോകുന്നത്. ടീനയ്ക്ക് ഇഷ്ടമില്ലാതെയും നിർബന്ധിച്ചും പേടിപ്പിച്ചുമാണ് കരൺ ടീനയും വിളിച്ചുകൊണ്ട് പോകുന്നത്. അത് കാണുന്ന അഹാനയ്ക്ക് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുകയാണ്. അവരെ ഫോളോ ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് ഫാണി നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ പുതിയ ഭാഷയെ കാണാൻ കാത്ത് സന്തോഷത്തോടെയും ആരാണ് പുതിയ ഭാഷയെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ് പർമീത്തും പർജീത്തും. ആ സമയം പുറത്തെന്തോ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് ഭാഷയുടെ ആൾ പുറത്തേക്ക് പോവുകയാണ്. പുറത്തു വരുന്ന അയാളെ പ്രഥമ കൊല്ലുകയും പ്രഥമ അയാളുടെ രൂപത്തിൽ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം അവിടേക്ക് രാധിക വരികയാണ്. മുഖത്ത് പ്രകാശം അടിക്കുന്നത് കൊണ്ട് ആരാണ് വരുന്നതെന്ന് അറിയാതെയാണ് പർമീത്തും പർജിത്തും പ്രഥമും നിൽക്കുന്നത്. പുതിയ ഭാഷ മുന്നിൽ വരുന്നതിന്റെ സന്തോഷത്തിൽ അവർ ഞങ്ങളെ തിരിച്ചു വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഭാഷ, ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ്. ഞങ്ങളുടെ മരുമകൾ ഞങ്ങളെ പിച്ചക്കാരെ പോലെ ആക്കി, 5000 രൂപ മാത്രമേ തരികയുള്ളൂ. രാധിക മരുമകളല്ല, രക്ഷസാണ് എന്നൊക്കെ രാധികയെ പറ്റി കുറ്റങ്ങളും പരാതികളും പറയുകയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ രാധിക വരുന്നു. രാധികയാണ് പുതിയ ഭാഷയെന്ന് അറിഞ്ഞ് ഞെട്ടിലോടെ നിൽക്കുക
നോക്കുകയാണ് പർമീത്തും പർജീത്തും പ്രഥമും. ശേഷം രാധിക അവരെ നോക്കിയിട്ട് സിംഹാസനത്തിൽ പോയി ഇരിക്കുകയാണ്. രാധിക ആക്ഷൻ കാണിക്കുമ്പോൾ പർമീത്തിന്റെയും പർജീത്തിന്റെയും കാലിൽ കുരുക്കിടുകയും അവരെ അവിടെയുള്ള രണ്ടുപേർ മുതലക്കുളത്തിന്റെ മുകളിലായി തലകീഴായി കെട്ടിത്തൂക്കിയിടുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും പേടിച്ച് അലറി വിളിക്കുകയാണ്. ഭാഷ എന്ത് പറഞ്ഞാലും സത്യമായിട്ടും ഞങ്ങൾ ചെയ്യാം, മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ് അവർ. അത് കേൾക്കുന്ന രാധിക അവരെ വെറുതെ വിടുകയാണ്. എന്റെ അടുത്ത് ജോലികൾ ചെയ്യാൻ ആളുകൾ കുറവായത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ള ഉപയോഗമില്ലാത്തവരെ വിളിക്കേണ്ടി വന്നത്. എനിക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു വർക്ക് നിങ്ങൾ ചെയ്തു തരണം. മുമ്പ് കുംഭമേളയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇപ്രാവശ്യം എന്റെ തീയുടെ മുന്നിൽ എല്ലാ ശക്തികളും ഭസ്മമാകുമെന്ന് പറയുകയാണ് രാധിക. മറുവശത്ത് രാധിക ഇല്ലാത്തത് കൊണ്ട് രാധികയുടെ ക്യാബിന്റെ അകത്ത് കയറാൻ കപിലിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ് അഹാന. ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരണമെന്ന് കപിലിനോട് പറഞ്ഞിട്ട് അഹാന രാധികയുടെ ക്യാബിന്റെ അകത്തേക്ക് കയറുകയാണ്. ക്യാബിൻ മുഴുവൻ അഹാന നോക്കുകയാണ്. അപ്പോൾ ഒരു ടൈൽ ഇളകി കിടക്കുന്നത് കാണുന്ന അഹാന ആ ടൈൽ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് നിന്നും അഹാനയ്ക്ക് ഒരു പെൻ ഡ്രൈവ് കിട്ടുകയാണ്. ഈ സമയം കപിലിന്റെ അടുത്ത് വരുന്ന നിഷ കപിലിനെതിരെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് സീരിയസ് ആയി പറഞ്ഞ് കപിലിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് കപിലിനോട് കപിൽ നല്ലൊരു കോഫി മേക്കർ ആണ്, ഇപ്പോൾ തന്നെ കപിൽ ഉണ്ടാക്കിയ കോഫി എനിക്ക് കുടിക്കാൻ തോന്നുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ കപിൽ നിൽക്കുമ്പോൾ ആര്യമൻ വരുന്നത് കാണുന്ന കപിൽ നിഷയോട് നമുക്ക് കോഫി ഡേറ്റിംഗിൽ പിന്നീട് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിഷ. ഇത്രയും സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഈ പെൺഡ്രൈവിൽ എന്തായിരിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന അഹാന ലാപ്ടോപ്പിൽ പെൺഡ്രൈവ് വെച്ച് എന്താണെന്ന് നോക്കുകയാണ്. ഈ സമയം കപിൽ ആര്യമനെ തടഞ്ഞു നിർത്തിയിട്ട് ഓരോന്നും പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ആര്യമൻ കപിൽ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ രാധികയുടെ ക്യാബിന്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ കപിൽ അഹാനയ്ക്ക് സിഗ്നൽ കൊടുക്കുകയാണ്. സിഗ്നൽ കേൾക്കുന്ന അഹാന പെൺഡ്രൈവ് കയ്യിലെടുത്ത് മറച്ചു വെക്കുകയാണ്. അഹാനയെ അവിടെ കാണുന്ന ആര്യമൻ ആലോചിച്ച് നിൽക്കുകയാണ്. രാജ്യത്തിനെതിരെയുള്ള രാധികയുടെ പ്ലാൻ തകർക്കാൻ അഹാനയ്ക്ക് കഴിയുമോ? രാധിക സഹോദരിയാണെന്ന് അറിയുന്ന അഹാനയുടെ അടുത്ത തീരുമാനം എന്തായിരിക്കും? ഇതെല്ലാം അറിയാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണേ. താങ്ക്